നമസ്കാരം, മൈൻഡ് ബോഡി ടോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സീത. ഇത് വേറൊരു Q&A സെഷനാണ്. ഇതും ലൈവ് അല്ല, കാരണം എനിക്ക് ഉത്തരം പറഞ്ഞ് തീർക്കാൻ താല്പര്യമുള്ള കുറേയധികം ചോദ്യങ്ങളുണ്ട്. അതിൽ കുറച്ച് ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഞാനിപ്പോൾ പറയുന്നത്. ലൈവിൽ വരുമ്പോൾ കഴിയുന്നതും പറഞ്ഞിട്ട് വരാൻ നോക്കാം. എപ്പോഴും അത് പറ്റാറില്ല, പറ്റുമ്പോൾ പറഞ്ഞിട്ട് വരാം. അല്ലാത്തപ്പോൾ എനിക്ക് സമയം എപ്പോഴാണോ കിട്ടുന്നത് അപ്പോഴാണ് ഞാൻ വരുന്നത്. ലൈവിൽ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പിന്നീട് ആ വീഡിയോ കണ്ടാൽ മതി. ഇഫ്രാന ജാസ്മിൻ, ഇവർ ഇംഗ്ലീഷിലാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഞാൻ മലയാളത്തിലാക്കാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന്. 25 വയസ്സായ ഒരു സ്ത്രീയാണ് ഞാൻ. എനിക്ക് 1.5 വർഷം മുമ്പ് TB ഉണ്ടെന്ന് കണ്ടുപിടിച്ച് അതിന് ഞാൻ 8 മാസം ട്രീറ്റ്മെൻറ്റ് എടുത്തു. ആദ്യം 6 മാസം ട്രീറ്റ്മെൻറ്റ് എടുത്തു, അത് ശരിയാകാതെ പിന്നീട് 8 മാസം ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വന്നു. അതിൽ 2 മാസം സ്ട്രെപ്റ്റോമൈസിൻ ഇഞ്ചക്ഷനും എടുക്കേണ്ടി വന്നു. ഇപ്പോഴും നോക്കുമ്പോൾ കുറച്ച് ബാക്കിയുണ്ടെന്ന് പറയുന്നു. വീണ്ടും 8 മാസം ട്രീറ്റ്മെൻറ്റ് എടുക്കുവാൻ പറയുന്നു. ഈ സമയത്ത് ഞാൻ ഗർഭിണിയായാൽ എനിക്കും എൻ്റെ കുഞ്ഞിനോ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുമോ മാഡം? അപ്പോൾ ഈ TBയുടെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ പ്ലാൻഡായിട്ട് ഒരു പ്രഗ്നൻസി ഒന്നും ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്. എന്നാൽ TB ഉള്ള ഒരു വ്യക്തി പ്രഗ്നൻ്റ് ആയാൽ, അബദ്ധവശാൽ പ്രഗ്നൻ്റ് ആകുകയാണെങ്കിൽ അതൊരു കാരണമല്ല അത് അബോർഷൻ ആക്കി കളയുവാനൊന്നും. കാരണം ഈ പ്രഗ്നൻസി ടൈമിൽ സേഫായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ഈ ആൻറ്റി ട്യൂബർക്കുലസ് ഡ്രഗ്സ് ഒരുപാടുണ്ട്, കേട്ടല്ലോ. അതുപോലെ പ്രഗ്നൻ്റ് ആണ്, TBയും ഉണ്ട് എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അയ്യോ പ്രഗ്നൻസിയെ ബാധിക്കുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ മരുന്നുകൾ കഴിക്കാതിരിക്കേണ്ട ഒരു ആവശ്യമില്ല. കഴിക്കുക തന്നെ വേണം താനും, അതല്ലെങ്കിൽ കുഞ്ഞിന് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഡോക്ടർ പറയുന്നതനുസരിച്ചിട്ട് ആ സേഫായിട്ടുള്ള മരുന്നുകളെ ഡോക്ടർ തരുള്ളൂ, അതനുസരിച്ചിട്ട് ചെയ്യാം. എന്നാൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു പ്രഗ്നൻസിക്ക് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യേണ്ട. ഷാരി, എനിക്ക് 2 കുട്ടികളുണ്ട്. ഞാൻ പ്രസവം നിർത്താനുള്ള സർജറി ചെയ്തു. ഓക്കെ. ഈ ഷാരി, ജുമാന ഫാത്തി, റിയായി ഉദ്ദീൻ, ജസീന ഷാജാൻ, RS, പിന്നെ വേറെന്താ, റുബീന മഹീൻ, ഇസ്മയിൽ നൗഫൽ, മനോജ് മനു, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പേർ പ്രസവം നിർത്തി കഴിഞ്ഞു. വീണ്ടും കുഞ്ഞുണ്ടാവാൻ എന്ത് ചെയ്യണം? പലവിധ കാരണങ്ങളാലാണ് അവർക്ക് വീണ്ടും കുഞ്ഞ് വേണ്ടത്. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായ ഒരു വീഡിയോ തന്നെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് റെഡിയാകുമ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യാം, കേട്ടോ. ഇത് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ചോദ്യം ഒന്ന് എടുത്തിട്ടത്. നീതു പ്രശാന്ത്, ഡോക്ടർ, എനിക്ക് 28 വയസ്സുണ്ട്. ഫസ്റ്റ് പ്രഗ്നൻസി ആയിരുന്നു. കഴിഞ്ഞ മാസം എനിക്ക് അബോർഷനായി. 6 ആഴ്ച പ്രഗ്നൻ്റ് ആയപ്പോൾ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ല എന്ന് പറഞ്ഞു. 11 ആഴ്ച വരെ വെയിറ്റ് ചെയ്തു, പക്ഷേ ഹാർട്ട് ബീറ്റ് ഉണ്ടായില്ല. മിസ്ഡ് അബോർഷനായി. പിന്നെ സ്പോണ്ടേനിയസ് അബോർഷൻ ചെയ്തു. എന്തുകൊണ്ടാണ് ഇങ്ങനെ മാം എൻ്റെ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലാതെ ആയത്? ഇതുപോലെ തന്നെ വേറെയും കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കുമായിട്ട് ഞാൻ മറുപടി പറയുകയാണ്. ഈ മിസ്ഡ് അബോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഉള്ളിൽ തന്നെ കുഞ്ഞിൻ്റെ വളർച്ച നിന്ന് കഴിഞ്ഞു, പക്ഷേ അത് പ്രകടമായി നമുക്ക് പുറമേ ബ്ലീഡിങ്ങോ വേറെ ഒരു ലക്ഷണങ്ങളോ കൂടെ ഒന്നും നമുക്ക് അറിയുന്നില്ല. അതിനെയാണ് നമ്മൾ മിസ്ഡ് അബോർഷൻ, മിസ് ചെയ്ത് പോയി അബോർഷൻ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ എന്നാണ് അതുകൊണ്ടാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഹോർമോണുകളുടെ കുറവുണ്ടെങ്കിൽ വരാം, അമ്മയ്ക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ വരാം, കുഞ്ഞിന് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വരാം. ഇങ്ങനെ ഒട്ടനവധി കാരണങ്ങളുണ്ട്. ഈ തൈറോയിഡിൻ്റെ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിലോ, PCOS നമ്മൾ നിയന്ത്രിച്ചതല്ലെങ്കിലോ, ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വിശദമായി ഞാൻ പിന്നീട് പറയാം. ഈ മിസ്ഡ് അബോർഷൻ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും വീണ്ടും വരുമോ എന്നത് ഏത് കാരണം കൊണ്ടാണ് ഈ മിസ്ഡ് അബോർഷൻ സംഭവിച്ചു എന്നതനുസരിച്ചിരിക്കും. ചിലപ്പോൾ യാദൃച്ഛികമായിട്ട് ഏതെങ്കിലും ഒരു കാരണം, ആ പ്രത്യേക കുഞ്ഞിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ, ആ സമയത്ത് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നതോ, അതൊക്കെ കാരണമാവും. അങ്ങനെയാണെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ചില കാരണങ്ങളുണ്ട് വീണ്ടും ഈ മിസ്ഡ് അബോർഷൻ വരുവാനുള്ള സാധ്യത ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു 2 പ്രാവശ്യമൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കണ്ടുപിടിച്ച് അതൊക്കെ ചികിത്സിച്ചതിന് ശേഷമേ നമ്മൾ പ്രഗ്നൻ്റ് ആകാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. ഒരൊറ്റ പ്രാവശ്യം അബോർഷൻ ആയതുകൊണ്ട് നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഞാനിതിന് മുമ്പും ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഒരു അബോർഷൻ എന്നൊക്കെ പറയുന്നത് വളരെ സാധാരണമാണ്. വിശദമായി ഞാൻ വീഡിയോ പിന്നെ ഇടാം, കേട്ടോ. അശ്വതി ബാബു, മാം, സ്മോൾ ഫൈബ്രോയിഡ്സ് പ്രഗ്നൻസി എഫക്റ്റ് ചെയ്യുമോ? പിന്നീട് റിലേഷൻഷിപ്പ് മാരേജ് ചെയ്താൽ കുട്ടികൾ ഉണ്ടാകുവാൻ പ്രയാസം ആണെന്നുള്ളത് ശരിയാണോ? ഇതിൻ്റെ ആൻസർ ഏതെങ്കിലും വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യണേ. തീർച്ചയായിട്ടും വീഡിയോസിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം ഈ റിലേഷൻഷിപ്പ് മാരേജിനെ കുറിച്ചൊക്കെ. ഈ ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്നത് എവിടെയാണ് ഈ ഫൈബ്രോയിഡ്സ് സ്ഥിതി ചെയ്യുന്നത്? സബ്മ്യൂക്കസ്, ഇൻട്രാമ്യൂറൽ, സബ്സീറസ് ആണോ എന്ന് ആശ്രയിച്ചിരിക്കും അത് പ്രഗ്നൻസി എഫക്റ്റ് ചെയ്യുമോ, ഏത് തരത്തിൽ എഫക്റ്റ് ചെയ്യും എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതല്ലാതെ നമുക്ക് പറയാനൊന്നും പറ്റില്ല. റിലേഷൻഷിപ്പ് മാരേജ് എന്ന് പറയുന്നത് പ്രഗ്നൻസി ഉണ്ടാകാനല്ല പാട്, പ്രഗ്നൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ പാരമ്പര്യമായിട്ട് വരാവുന്ന അസുഖങ്ങൾ 2 പേർക്കും അതിൻ്റെ ജീൻസ് ഉണ്ടെങ്കിൽ കുഞ്ഞിനത് വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാവുമല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്. പ്രഗ്നൻ്റ് ആവാനല്ല അതിൻ്റെ ബുദ്ധിമുട്ട്. ഇത് പ്രദീപ്, പ്രീഷ്മ, അഭിരാമി.
മെൻസസ് കഴിഞ്ഞ് 19ാമത്തെ ഡേ ഫെർട്ടിലൈസേഷൻ നടക്കുമോ? അത് മോളുടെ ഓവുലേഷൻ എത്രാമത്തെ ദിവസമാണ് നടക്കുന്നത് എന്നനുസരിച്ചിരിക്കും. മോളുടെ എത്ര ദിവസം കൂടുള്ള സൈക്കിളാണ്, അതിന് കൃത്യമായിട്ട് അത് വരുന്നുണ്ടോ, അതനുസരിച്ചിട്ട് എത്രാമത്തെ ദിവസമാണ് ഓവുലേഷൻ, അതിനോടനുബന്ധിച്ചാണ് നടക്കുക. അത് മോൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. അത് ഓരോരുത്തർക്കും ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് പറയാനൊന്നും പോകുന്നില്ല കേട്ടോ. അവരവരുടെ സ്വയബുദ്ധി ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നൊക്കെ ഞാൻ വിശദമായി എൻ്റെ ഈ PCO പരമ്പരയിലെ ചില വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പോയി നോക്കും. രമ്യ രാജേഷ്, ഹി മാം, 1 വർഷം മുമ്പ് ഞാൻ വജാനൽ സ്കാനിങ് ചെയ്തിരുന്നു. അതിൽ യൂട്രൈൻ പോളിപ്പ് എന്ന് കണ്ടു. എൻ്റെ മാരേജ് കഴിഞ്ഞ് 3 വർഷമായി ഇതുവരെ പ്രഗ്നൻ്റ് ആയില്ല. ഈ പോളിപ്പാണോ കാരണം? അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് വേണ്ടി ഞാൻ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്? ഈ പോളിപ്പാണോ കാരണം എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. പോളിപ്പിൻ്റെ സൈസ് എത്രയാണ്, എങ്ങനെയാണ്, ഒന്നും അറിയാണ്ട് ഞാനെങ്ങനെ പറയുക? അല്ലെ മോൾ ഡോക്ടർ എന്താ പറഞ്ഞിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും അത് പ്രഗ്നൻസിക്ക് ഒരു തടസ്സം അതാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ എന്തായാലും പറഞ്ഞു കാണുമല്ലോ അല്ലേ? അപ്പോൾ ഡോക്ടർ പറഞ്ഞ ചെയ്യാം കേട്ടോ. എന്തായാലും ഒരു ചെറിയ പോളിപ്പൊക്കെ ഉണ്ടെങ്കിലൊന്നും അത് പ്രഗ്നൻസി പിടിച്ച് കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വന്നേക്കും എന്നല്ലാതെ, ഈ ചെറിയ പോളിപ്പൊക്കെ ഉണ്ടെങ്കിൽ പ്രഗ്നൻസിക്ക് വലിയ തടസ്സമൊന്നും ഉണ്ടാവില്ല. കുറച്ച് വലുതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ തടസ്സം സംഭവിച്ചേക്കാം. മോൾ ഡോക്ടറോട് ചോദിക്കൂ, റിപ്പോർട്ട് കാണിച്ചിട്ട് ഡോക്ടർ തന്നെ മോളുടെ പറയട്ടെ കേട്ടോ. അതിനനുസരിച്ച് ചെയ്യും. അതുമാത്രമല്ല, വേറെ ഏതെങ്കിലും കാരണമുണ്ടോ എന്നുകൂടിയും പരിശോധിക്കണം. ഹസ്ബൻഡ് സ്പേം കൗണ്ട് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. സെർവൈക്കൽ മ്യൂക്കസ് ഇതൊക്കെ നോക്കുക. രമ്യ പവനൻ, ഡോക്ടർ, എൻ്റെ ഓവറിയിൽ ഒരു ചെറിയ ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. അത് സർജറിയിലൂടെ നീക്കം ചെയ്തു. പ്രഗ്നൻസിക്ക് തടസ്സം അതാണ് എന്നായിരുന്നു നിഗമനം. പക്ഷേ സർജറിക്ക് ശേഷവും പോസിറ്റീവ് റിസൾട്ട് ഉണ്ടായില്ല. മോൾ ആ ഗർഭധാരണത്തിന് ആവശ്യമായ 7 ഘടകങ്ങൾ എന്ന ആ വീഡിയോ കണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണും. അതിനുശേഷം മോളൊന്ന് ആലോചിച്ച് നോക്കൂ, വിശകലനം ചെയ്ത് നോക്കൂ. അതിലേതെങ്കിലുമൊക്കെ കാര്യങ്ങൾ മോൾക്ക് ബാധകമായിട്ടുണ്ടോ, അതിൻ്റെ ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്യിക്കും കേട്ടോ. എന്നിട്ടും ആയില്ലെങ്കിൽ അപ്പോൾ നമുക്ക് നോക്കാം. ഈ സെർവൈക്കൽ ഫാക്ടേഴ്സൊക്കെ ഉണ്ടെങ്കിൽ, ഈ സെർവൈക്കൽ മ്യൂക്കസ് ഒന്നും അത്ര ശരിയല്ല, വീണ്ടും അല്ലെങ്കിൽ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഗർഭധാരണം നടക്കാതിരിക്കുക എന്നുണ്ടെങ്കിൽ IUI ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സക്സസ് റേറ്റ് കുറച്ചുകൂടി കൂടുതലാണ്. അരണ്യ അജീഷ്, മാം, എനിക്ക് എല്ലാ മന്ത്സും റെഗുലറായി പീരിയഡ് ആണ്. 2 ഡേയ്സ് മുമ്പേ വരും. കഴിഞ്ഞ മന്ത് പീരിയഡിൻ്റെ 2 ദിവസം മുമ്പേ ബ്ലാക്ക് സ്പോട്ട് കണ്ടു. പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവ് ആണ്. വെയിറ്റ് ചെയ്തു. ആഫ്റ്റർ 20 ഡേയ്സ് ഐ ഗോട്ട് പീരിയഡ്. ഐ എം ടോട്ടലി കൺഫ്യൂസ്ഡ്. അത് ചിലപ്പോൾ അപൂർവമായിട്ട് വരും മോളെ. ഇതിപ്പോൾ മോൾക്ക് പ്രഗ്നൻ്റ് ആയി അബോർഷനായി പോയൊന്നും അല്ല. പ്രഗ്നൻസി ടെസ്റ്റ് എപ്പോഴും നെഗറ്റീവ് തന്നെയായിരുന്നു. ഒരു 20 ദിവസം വൈകിയത് ചിലപ്പോൾ എന്തെങ്കിലും നമ്മുടെ ജീവിതശൈലി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു മാനസിക സംഘർഷമോ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റോ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാകും. അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ വരാം. ഇനി ചിലപ്പോൾ ഇതൊന്നുമില്ലാതെങ്കിലും വരാം കേട്ടോ. ഒറ്റ പ്രാവശ്യം മാത്രമേ ഈ പീരിയഡ്സ് ഡിലേ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ മോളത് കാര്യമാക്കണ്ട. വീണ്ടും ഇങ്ങനെ ഈ ക്രമം തെറ്റി വരികയാണെങ്കിൽ ദയവായി ഗൈനക്കോളജിസ്റ്റ് എന്ന് കാണിക്കാം. സമീറ, മാം, ഓവുലേഷൻ്റെ ടാബ്ലറ്റ് എന്താണ്? അത് എപ്പോൾ കഴിക്കണം? എനിക്ക് അണ്ടമുണ്ട്, ഓവുലേഷൻ നടക്കുന്നില്ല. എനിക്ക് ഈ ടാബ്ലറ്റ് കഴിക്കാൻ പറ്റുമോ? പ്ലീസ് റിപ്ലൈ മാം. ഈ ഓവുലേഷൻ്റെ ടാബ്ലറ്റിൻ്റെ ഓവുലേഷൻ്റെ മാത്രമല്ല ഏത് ടാബ്ലറ്റിൻ്റെയും പേരും ഡോസും ഒന്നും യൂട്യൂബ് വഴിയൊന്നും ആരും ചോദിച്ചേക്കല്ലേ. അതുവരെയൊന്നും തരാനൊന്നും പറ്റില്ല കേട്ടോ. അതൊക്കെ നേരിട്ട് ഡോക്ടറെ ചെന്ന് കണ്ട്, അല്ലെങ്കിൽ കൺസൾട്ടേഷൻ 1-to-1 കൺസൾട്ടേഷൻ വഴി, അത് നേരിട്ടായാലും ഓൺലൈനായാലും എങ്ങനെയായാലും ആ 1-to-1 കൺസൾട്ടേഷൻ വഴി അതൊക്കെ തരാൻ പറ്റും. യൂട്യൂബിലൂടെ നമുക്ക് അതൊന്നും പറയാനൊന്നും പറ്റില്ല കേട്ടോ. ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ആരും ചോദിക്കല്ലേ. ശ്യാമി നാരായൺ, AMH കുറവുള്ളവർക്ക് PCOD ഉണ്ടാകുമോ? ഈ AMH നോർമൽ ലെവലിലുണ്ടെങ്കിലാണ് നമ്മൾക്ക് ഈ പ്രഗ്നൻസിക്ക് സാധ്യത കൂടുതൽ. അത് ഈ ഒവേറിയൻ റിസർവിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. AMH കുറവ് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. AMH കൂടുതലാണ് ഈ PCOS ഉള്ളവർക്ക് കാണുന്നത്. AMHനെ കുറിച്ച് വിശദമായ ഒരു വീഡിയോ തന്നെ ഞാൻ ഇടാം. ഇവിടെ എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുവാൻ പറ്റില്ല. ഇവിടെ എനിക്ക് വേറൊരു കാര്യം പറയുവാനുള്ളത്, ഏതൊരു കുട്ടി എനിക്ക് മെസ്സേജ് ചെയ്ത് പറഞ്ഞു, ഇങ്ങനെ ഡോക്ടറെ ഈ Q&A സെഷനിൽ ഇവർ വന്ന് ഓരോരുത്തരും ചോദ്യം ചോദിക്കുമ്പോൾ വിശദമായി പിന്നീട് വീഡിയോ ഇടാമെന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് അറിയാൻ അത്യാവശ്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ വിശദമായി പറയണമെന്ന്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് വിശദമായി പറയുവാൻ നിന്നാൽ അത് തന്നെ ഒരു 5-10 മിനിറ്റ് ആകും അല്ലേ? അപ്പോൾ ഒരു Q&A സെഷനിൽ ഒരൊറ്റ ചോദ്യം മാത്രമാകും. അതെങ്ങനെ ശരിയാവുക? ഈ Q&A സെഷൻ ഞാൻ ചെയ്യുവാനുള്ള കാര്യം തന്നെ നിങ്ങൾക്ക് വിശദമായ മറുപടി കിട്ടുവാൻ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നതിനാൽ താൽക്കാലികമായിട്ട് നിങ്ങൾക്കൊരു തൽക്കാലത്തേക്ക് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്, ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ചെറിയ വിശദീകരണങ്ങൾ തരാമെന്ന് വിചാരിക്കുന്നത് അല്ലേ? അപ്പോൾ ഒന്നിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് വിശദമായി ഈ Q&A സെഷനിൽ പറയുവാനൊന്നും പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാം. അതിലെനിക്ക് ഒരു വിരോധവും ഇല്ല, എനിക്കൊരു ദേഷ്യവുമില്ല. കാരണം ഇത് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയാണ് അല്ലേ? എനിക്ക് ശരിയെന്ന് തോന്നുന്നത്, എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നു. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നു, നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഇവിടെ എഴുതണം.
എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത്, പ്രായോഗികമാക്കാൻ പറ്റുന്നത് ഞാൻ ചെയ്യും, അതല്ലാതെ ഞാൻ തള്ളിക്കളയും. അത് നിങ്ങളോട് ആരോടും ദേഷ്യമോ ഇതൊന്നും ഉള്ളത് കൊണ്ടല്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് എഴുതുക. ഇത് ഒരുപാട് നെഗറ്റീവായിട്ട് ഒരുപാട് നമുക്ക് മനസ്സിന് പ്രയാസം വരുന്ന രീതിയിലുള്ള കമൻറ്റുകൾ ഒഴിവാക്കിയാൽ വളരെ നല്ലത്. അങ്ങനെ വല്ലതും എഴുതി ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയും, അത്രയേ ഉള്ളൂ. എൻ്റെ മനസ്സിനെ അതൊന്നും തന്നെ തട്ടാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല, കേട്ടല്ലോ. അപ്പോൾ വിശദമായിട്ടുള്ള ആൻസേഴ്സ് ഒന്നും നമുക്ക് Q&A സെഷനിൽ നിന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. 1-to-1 കൺസൾട്ടേഷൻ, ഡയറക്റ്റ് കൺസൾട്ടേഷനൊക്കെ വന്നാൽ മാത്രമേ നമുക്ക് ഈ റിപ്പോർട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ട് വിശദമായിട്ടുള്ള സജഷൻസൊക്കെ പറയാൻ പറ്റും കേട്ടോ. ജിഷ രാജേഷ്, മാം ഞാൻ 2 ആൺകുട്ടികളുടെ അമ്മയാണ്. എനിക്ക് 35 വയസ്സുണ്ട്. പെൺകുഞ്ഞുണ്ടാവാൻ എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു തരാമോ? ചൈനീസ് കലണ്ടർ വിശ്വസിക്കാമോ? അക്യുറേറ്റ് ആണോ? പ്ലീസ് ദയവായി മറുപടി തരാം. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല മോളെ. ഈ ചൈനീസ് കലണ്ടറൊക്കെ നോക്കിയിട്ടാണ് ഞാനും ഒക്കെ ട്രൈ ചെയ്തത്. എന്നിട്ടും എനിക്ക് 2ാമതും ആൺകുഞ്ഞിനാണ് ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെ എത്രത്തോളം ശരിയാണെന്നൊന്നും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഒരുപാട് തിയറീസ് ഉണ്ട്. പെൺകുഞ്ഞുണ്ടാവാൻ ഇത് ചെയ്യണം, ആൺകുഞ്ഞുണ്ടാവാൻ ഇത് ചെയ്യണം. നിങ്ങൾക്കൊരു കൗതുകത്തിന് വേണമെങ്കിൽ ആ തിയറീസിനെ കുറിച്ചെല്ലാം ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒരു വീഡിയോ ഇടാം കേട്ടോ. അതല്ലാണ്ട് എനിക്കറിയില്ല. ഷീതു ആൻറ്റോ, മാം എനിക്ക് പീരിയഡ്സ് കറക്റ്റാണ്. ഇപ്പോൾ 27 വയസ്സായി. 28 മുതൽ 30 ദിവസത്തിൽ പീരിയഡ്സ് കാണാറുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായി പീരിയഡ്സ് 2 ഡേയ്സിൽ തീരുന്നു. അത് ശരിയാക്കാൻ എന്താ ചെയ്യേണ്ടത്? മോൾ ആദ്യം ഡോക്ടറെ ചെന്ന് കാണിക്കുക. എന്തെങ്കിലും ഹോർമോൺ അബ്നോർമാലിറ്റീസ് വല്ലതും ഉണ്ടോ നോക്കുക. അതുപോലെ വളർച്ചയുണ്ടോ നോക്കുക. ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ മോൾ കുറച്ച് ഡയറ്റ്, കുറച്ച് എക്സസൈസ്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ. വിറ്റമിൻസിൻ്റെ ഒക്കെ കുറവുണ്ടെങ്കിൽ ഒന്നിൽ നല്ല ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ വിറ്റമിൻസിൻ്റെ കുറച്ച് സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കേണ്ടി വരും. ഇനി ക്വസ്റ്റ്യൻ്റെ ബാക്കിയെ ചില ആളുകൾ പറയുന്നു അശോകാരിഷ്ടം കഴിച്ചാൽ ശരിയാകുമെന്ന്. അശോകാരിഷ്ടം കഴിച്ചാൽ ശരിയാകുമോ? വി ആർ പ്ലാനിങ് ടു ബിക്കം പ്രഗ്നൻറ്റ്. ഐ എം വെരി ഡിപ്രസ്ഡ് അബൌട്ട് ദിസ് പ്രോബ്ലം. എനിക്കറിയില്ല മോളെ, അശോകാരിഷ്ടം എത്രത്തോളം ഇഫക്റ്റീവാണ് ഓരോ കാര്യങ്ങൾക്കൊന്നും സത്യമായി എനിക്കറിയില്ല. അതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ എനിക്കറിയില്ല. അറിയാത്ത കാര്യം ഞാൻ എന്താ പറയുക. നീലിമ സെറിൻ, ഫാത്തിമ ഫാത്തി, 2 പേരും ഒരാളുടെ ചോദ്യത്തിന് മറുപടി എന്ന രീതിയിലാണ് വേറൊരാൾ അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നത്. എനിക്ക് സ്റ്റമക്കിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മിക്കപ്പോഴും പെയിൻ വരുന്നു, കൊളുത്തുന്ന പോലെയുള്ള പെയിൻ. എന്താ റീസൺ ഒന്ന് പറഞ്ഞു തരാമോ? പരിശോധിക്കാതെ എങ്ങനെയാണ് പറയുക? മോൾ പോയി ഡോക്ടറെ കാണിക്കൂ. ഡോക്ടർ പരിശോധിച്ച് നോക്കിയിട്ടേ പറയാൻ പറ്റും. ഇല്ലേ, ചില കാര്യങ്ങളൊക്കെ പരിശോധിക്കാതെ നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? എന്തൊക്കെ ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നത്? ലക്ഷ്മി ലച്ചൂസ്, ഡോക്ടർ പീരിയഡ്സ് ഡേറ്റ് കറക്റ്റാണ്, പക്ഷേ ഐ ഡോണ്ട് ഹാവ് ബ്ലീഡിങ്, ജസ്റ്റ് ബ്ലഡ് ക്ലോട്ട്സ് ഉള്ളി. പ്രഗ്നൻ്റ് ആവാൻ ഇഷ്യൂസ് ഉണ്ടാകുമോ? ബ്ലീഡിങ് ഇല്ല, ക്ലോട്ട്സ് എന്ന് പറയുമ്പോൾ എന്താ കട്ടയായിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതും ബ്ലീഡിങ് തന്നെയല്ലേ മോളെ, അല്ലേ? ഒരുപാട് ഇങ്ങനെ കട്ട മാത്രമായിട്ട് പോകുന്നുണ്ട്, അത് വേദനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറെ ചെന്ന് കാണിക്കും. ഡോക്ടർ പരിശോധിച്ച് നോക്കട്ടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്. റാണി ഉണ്ണി, ഡോക്ടർ എല്ലാവർക്കും ഓവുലേഷൻ ഉണ്ടാകുമോ? എനിക്ക് ട്യൂബിൽ കുഴപ്പമില്ല, പക്ഷേ ഓവുലേഷൻ ഇല്ല എന്ന് തോന്നുന്നു. എങ്ങനെയാണ് തോന്നുന്നത്? എങ്ങനെ മനസ്സിലായി? മോളത് എന്തെങ്കിലും കിറ്റ് ടെസ്റ്റ് ചെയ്ത് വല്ലതും നോക്കിയോ? ഷിനു കെ, ഹലോ മാം, ടോൺസിലൈറ്റിസും പ്രഗ്നൻസിയും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ? എന്തൊക്കെ സംശയങ്ങളാണ് നിങ്ങൾക്ക്, ഇല്ലേ? ടോൺസിലൈറ്റിസും പ്രഗ്നൻസിയായിട്ട് ബന്ധമൊന്നുമില്ല മോളെ കേട്ടോ. അപ്പോൾ ഈ പ്രഗ്നൻസി ടൈമിൽ ഇടയ്ക്കിടയ്ക്ക് ടോൺസിലൈറ്റിസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിക്കേണ്ടി വരുമല്ലോ. അത് കാരണമുള്ളൊരു ബുദ്ധിമുട്ട് വരാമെന്നല്ലാണ്ട് ടോൺസിലൈറ്റിസും പ്രഗ്നൻസിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ശലാ പി കെ, ഡോക്ടർ എല്ലാ മന്തും പീരിയഡ്സ് ഉണ്ടാവാറുണ്ട്, പക്ഷേ 2-3 ദിവസം ചിലപ്പോൾ മാറ്റം ഉണ്ടാവാറുണ്ട്. എനിക്കൊരു മോളുണ്ട്, 5 വർഷമായി, സെക്കൻഡ് പ്രഗ്നൻസി ആകാത്തത് ഇതുകൊണ്ടാണോ? ഇല്ല, 2-3 ദിവസമൊക്കെ മാറ്റം വരുന്ന കാര്യവും പ്രഗ്നൻസി തമ്മിലൊരു ബന്ധമില്ല. മോൾ പോയൊരു ഡോക്ടറെ കാണിക്കൂ, ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കൂ, ആവശ്യമുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. സൗമ്യ വിജയ്, മാഡം സ്പേം കൗണ്ട് കൂടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഒരുപാട് മാർഗങ്ങളുണ്ട്. നല്ല ഭക്ഷണം, എക്സസൈസ്, യോഗ, മെഡിറ്റേഷൻ, ആവശ്യമുള്ള മരുന്നുകൾ, വിറ്റമിൻസ്, പിന്നെ സിറ്റ്സ് ബാത്ത്. ഈ വെള്ളം ഒരു ടബിൽ വെച്ചിട്ട് അതിലൊരു 1/2 മണിക്കൂർ ഇരിക്കുക. തണുത്ത വെള്ളം, ചൂടുവെള്ളമല്ല, തണുത്ത വെള്ളം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വിശദമായി ഞാൻ ഒരു 3-4 വീഡിയോകളിലായി തന്നെ പറയാം. ഈ PCOS ഒന്ന് കഴിയട്ടെ, ഇനി കുറച്ചുകൂടി ഉണ്ടല്ലോ, അത് കഴിയട്ടെ കേട്ടോ. നീത ജിച്ചോ, മാം വി ഹാവ് നോ ചിൽഡ്രൻ. ഇത് ഞാൻ ഇംഗ്ലീഷിലുള്ളത് ഞാൻ മലയാളത്തിൽ വായിക്കുകയാണ്. ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ് 3 വർഷമായി ഇതുവരെ കുട്ടികളില്ല. നമ്മൾ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തപ്പോൾ പറഞ്ഞത് ഹസ്ബൻഡിന് അസൂസ്പേർമിയ എന്ന് പറഞ്ഞാൽ ഈ ബീജങ്ങളേ ഇല്ല. നമ്മൾ ഈ സെമൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മൈക്രോടിസ കണ്ടക്റ്റഡ് ഫോർ 2 times, the second one done after taking medicine.
പിന്നെ മൈക്രോ ടീസ എന്ന് പറഞ്ഞാൽ ടെസ്റ്റിസിൽ ഒരു ചെറിയ ഒരു ഇത് നോക്കിയിട്ട് ടെസ്റ്റിസിൽ നിന്ന് നമ്മൾ സ്പേംസ് ഉണ്ടാവും. ചിലപ്പോൾ ഈ സെമനിൽ കണ്ടില്ലെങ്കിലും ടെസ്റ്റിസിൽ ചിലപ്പോൾ കുറച്ചൊക്കെ ഉണ്ടാവും. അതിൽ നിന്ന് നമ്മൾ എടുത്ത് അത് പിന്നെ മാറ്റി അതിനെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് ചെയ്യുന്നതിനെയാണ് ഈ ടീസ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്തു. ഡോക്ടർ അഡ്വൈസ് ടു ടേക്ക് ഡോണർ സ്പേം ഓർ അഡോപ്ഷൻ. ഡോക്ടർ പറഞ്ഞു ഒന്നിൽ ഡോണർ സ്പേം എടുക്കാം അല്ലെങ്കിൽ അഡോപ്ഷൻ ചെയ്യാമെന്ന്. അവർ ഡോണർ സ്പേം ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഡോക്ടർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഡോണർ സ്പേം ഉപയോഗിച്ച് IUI ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ IUI ചെയ്യുന്നതാണോ നല്ലത്, IVF ചെയ്യുന്നതാണോ നല്ലത് എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അതുപോലെ PCOD ഉണ്ട്, പക്ഷേ എല്ലാ മാസവും പീരിയഡ്സ് ഉണ്ടെന്ന്. അപ്പോൾ PCOD ഉണ്ട്, എല്ലാ മാസവും പീരിയഡ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരുവിധം കൺട്രോളിലുള്ള PCOS ആണ്. അപ്പോൾ ആ ഫീമെയിൽ ഫാക്ടർ വലിയ കുഴപ്പമില്ല. പിന്നെ നിങ്ങളുടെ ഡോക്ടർ ശരിക്കും നല്ലൊരു ഡിസിഷനാണ് എടുത്തിരിക്കുന്നത്. കാരണം പലപ്പോഴും IVF വേഗം ചെയ്യാം, അതാണ് അങ്ങനെയാണ് പലരും പറയുന്നത്. അപ്പോൾ ഈ ഡോക്ടർ ശരിക്കും നല്ല മോൾക്ക് അധികം ചിലവൊന്നും ഇല്ലാതെ ആദ്യം ഈ രീതിയിൽ ട്രൈ ചെയ്യാം എന്ന് പറയുന്നത് ശരിക്കും നല്ല യുക്തിപരമായിട്ടുള്ള നല്ലൊരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ഡോക്ടർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്കും തോന്നുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല, മോൾക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ആദ്യം ഒന്ന് ഡോണർ സ്പേം വെച്ച് IUI ട്രൈ ചെയ്യുന്നതല്ലേ നല്ലത്. മോൾക്ക് ഒരുപാട് വയസ്സൊന്നും ആയിട്ടില്ല, 3 വർഷമായി കല്യാണം കഴിഞ്ഞ മോൾക്ക് 30 വയസ്സായിട്ടേ ഉള്ളൂ അല്ലേ. ഒന്ന് IUI ട്രൈ ചെയ്യൂ. ഈ ഡോണർ IUI ഒരു രണ്ട് പ്രാവശ്യമോ അല്ലെങ്കിൽ ഏറി വന്ന ഒരു 3 പ്രാവശ്യം ട്രൈ ചെയ്താലും കുഴപ്പമില്ല. എന്നിട്ട് ആയില്ലെങ്കിൽ പിന്നീട് IVFനെ കുറിച്ച് ആലോചിക്കും. അതുപോലെ IUIക്ക് വലിയ ചിലവൊന്നും ഇല്ലല്ലോ അല്ലേ. 3 പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാലും എത്ര വരും, ഇഞ്ചക്ഷനും മരുന്നും എല്ലാം കൂടി ഒരു 10-15,000 രൂപയെ വരുള്ളൂ അല്ലേ. അതിനുശേഷം മോൾക്ക് ശരിയായില്ലെങ്കിൽ പിന്നീട് IVFനെ കുറിച്ച് ആലോചിക്കാം, അതല്ലേ നല്ലത്. അമീന അനാസ്, മാം എൻ്റെ മാരേജ് കഴിഞ്ഞ് 2 വർഷമായി, മെൻസസ് കറക്റ്റാണ്, ഹസ്ബൻഡിനും എല്ലാം ഓക്കെയാണ്, എൻ്റെ ട്യൂബ് ചെക്ക് ചെയ്തു, ട്യൂബ് ഓക്കെയാണ്, എന്നിട്ടും പ്രഗ്നൻ്റ് ആകുന്നില്ല, ഇനി എന്താണ് ചെയ്യേണ്ടത്? മോൾ ആ ഗർഭധാരണത്തിന് ആവശ്യമുള്ള 7 ഘടകങ്ങൾ ആ വീഡിയോ ഒന്നും കൂടി നോക്കൂ. അതിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ മോൾക്ക് ബാധകമാണോ എന്ന് നോക്കൂ. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ഈ സർവൈക്കൽ ഫാക്ടർ, ഈ സർവൈക്കൽ മ്യൂക്കസ് അത്ര ശരിയല്ല, അല്ലെങ്കിൽ നമുക്ക് സർവൈക്കൽ മ്യൂക്കസ് വിലയിരുത്താൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ ഈ IUI ചെയ്യുന്നത് കുറച്ച് പോസിറ്റീവ് റിസൾട്ട്സ് കിട്ടും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ അതൊന്ന് ശ്രമിച്ചു നോക്കും. ചിലപ്പോൾ ഈ ഫസ്റ്റ് IUI തന്നെ ശരിയായിക്കൊള്ളുന്നില്ല. ചിലർക്ക് 2-3 IUI കഴിഞ്ഞാലാവും ചിലപ്പോൾ ശരിയാവുക, ചിലർക്ക് IUI കഴിഞ്ഞാൽ ശരിയാവുകയില്ല. മോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യും. ജയശ്രീ ഭുവന, മാഡം എനിക്ക് ബന്ധപ്പെടുമ്പോൾ ഭയങ്കര വേദന, എൻ്റെ മാരേജ് കഴിഞ്ഞ് 5 വർഷമായി, എനിക്ക് കുട്ടികളില്ല, എന്താ ഇതിന് മാർഗം? ആദ്യം ഈ ബന്ധപ്പെടുമ്പോൾ ഈ ഭയങ്കര വേദന എന്നുള്ളത് അതാദ്യം കറക്റ്റ് ചെയ്യണം മോളെ. അതെങ്ങനത്തെ വേദനയാണ്, ബന്ധപ്പെടുന്നതിന് മുമ്പോ ബന്ധപ്പെട്ട് കഴിഞ്ഞോ? മോളൊരു കാര്യം ചെയ്യും, മോളൊരു ഗൈനക്കോളജിസ്റ്റിൽ ചെന്ന് കാണിക്കും കേട്ടോ. അവർ പരിശോധിച്ച് നോക്കി ആദ്യം അത് ശരിയാക്കും. അതിനുശേഷം മോൾ പ്രഗ്നൻസിയുടെ കാര്യം ആലോചിക്കും കേട്ടോ. എന്തെങ്കിലും ഗർഭാത്രത്തിന് ചുറ്റും നീർക്കെട്ടെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ഈ ബന്ധപ്പെടുന്ന കാര്യത്തിനെ കുറിച്ചിട്ട് സൈക്കോളജിക്കലായിട്ട് നമുക്കൊരു ബ്ലോക്ക് ഉണ്ടെങ്കിലും ഒക്കെ നമുക്കൊരു വേദന വരാം. മോൾ എന്തായാലും ഡോക്ടറെ ചെന്ന് കാണും. മോൾ എവിടെയാണ്, ഇവിടെ അടുത്ത് വല്ലതും ആണോ? ഇപ്പോൾ തൃശ്ശൂർ അടുത്ത് വല്ലതും ആണ്, തൃശ്ശൂർ വന്നു പോകാൻ പറ്റുമെങ്കിൽ ഒന്ന് വരും. കാരണം ഈ പ്രത്യേക വിഷമമുള്ള ഒരുപാട് പേഷ്യൻസിന് നമുക്ക് ശരിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോൾ ആലോചിക്കുക, എന്തായാലും ഒന്ന് ഗൈനക്കോളജിസ്റ്റ് കൺസൾട്ടേഷൻ എടുക്കണം കേട്ടോ. പ്രഗ്നൻസിയെ പറ്റി പിന്നെ ആലോചിക്കാം, ആദ്യം ഇതൊന്ന് ശരിയാക്കും. ഷിക അർജുൻ, ഹേയ് മാം, ഐ ആം യുവർ ന്യൂ സബ്സ്ക്രൈബർ. എനിക്ക് PCOD ആൻഡ് തൈറോയിഡ് ഉണ്ട്, ഇത് ക്യൂർ ആകുമോ? ക്യാൻ ഐ ഹാവ് എ ഹെൽത്തി ബേബി? പ്ലീസ് റിപ്ലൈ. തീർച്ചയായിട്ടും PCODയും തൈറോയിഡും രണ്ടും കൺട്രോളിൽ വരുത്താവുന്നതാണ്. കൺട്രോളിൽ വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രഗ്നൻസി ഉണ്ടാകും. ക്യൂർ എന്നുള്ള വാക്ക്, ക്യൂർ എന്ന് പറഞ്ഞാൽ ഒരു അസുഖം പോയി കഴിഞ്ഞാൽ ഇനി ഒരിക്കലും വരാനുള്ള സാധ്യതയില്ല എന്നുള്ളതിനാണ് ക്യൂർ എന്ന് പറയുന്നത്. PCOS ആവട്ടെ തൈറോയിഡ് ആവട്ടെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനേ പറ്റുള്ളൂ അല്ലേ. ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് PCOSനെ കുറിച്ച്. തൈറോയിഡിനെ കുറിച്ചും ഞാൻ 1-2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരാണ് ഒരുപാട് പേര്, അത് പോയി കാണും കേട്ടോ. പക്ഷെ എന്തായാലും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പ്രഗ്നൻസിക്കും ഒരു തടസ്സം ഉണ്ടാവില്ല. ശ്രീദേവി, മാം, ഞാൻ ഒരുപാട് വിഷമത്തോടെ കഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്കൊരു ഭാഗത്തെ അണ്ഡാശയം എടുത്തു കളഞ്ഞു. ആ അണ്ഡാശയത്തിൽ മുഴയായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്. എനിക്ക് ഗർഭിണിയാകുവാൻ പറ്റുമോ മാം? ഒരു മറുപടി തരുമോ? തീർച്ചയായിട്ടും മോളെ, നമുക്ക് ഒരു അണ്ഡാശയവും ഒരു ട്യൂബും മതി. ഞാൻ ഒരുപാട് വീഡിയോസിലും ഒരുപാട് Q&A സെഷൻസിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. 2 എണ്ണമുള്ള ഇത് രണ്ടും നമുക്ക് ഓരോന്നുണ്ടെങ്കിൽ ധാരാളം മതി. ഇതിന് ഇത്രയധികം വിഷമിക്കേണ്ട ഒരാവശ്യവും ഇല്ല. മനസ്സിലായില്ലേ? പിന്നെ ശ്രീലേഖ, ഷാസിക്ക്, ഇവർ രണ്ടാളും ഒരേ തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അടുപ്പിച്ചടുപ്പിച്ച് ചോദിച്ചിട്ടുണ്ട്. 40 വയസ്സ് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആവാൻ ചാൻസ് ഇല്ലേ? എനിക്ക് ലേറ്റ് മാരേജ് ആയിരുന്നു, എൻ്റെ പീരിയഡ്സ് ഇതുവരെയും റെഗുലറാണ്, പ്ലീസ് റിപ്ലൈ. തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. നമ്മൾ പ്രായം ഏറുന്തോറും ചാൻസ് കുറയുമെങ്കിലും 40-45 വയസ്സിലും ഒരു കുഴപ്പവും ഇല്ലാണ്ട് പ്രഗ്നൻ്റ് ആയി
ഒരു കുഴപ്പമില്ലാതെ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടുള്ള ധാരാളം സ്ത്രീകളുണ്ട്. അത് കാരണം ഇനി ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട. ചിലപ്പോൾ ഒരു ചെറിയൊരു പുഷ് എന്തെങ്കിലും മരുന്നുകളുടെ രൂപത്തിലോ എന്തെങ്കിലും ചിലപ്പോൾ തരേണ്ടി വന്നേക്കാം. അപ്പോൾ കഴിയുന്നതും പെട്ടെന്ന് നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിൽ ചെന്ന് കാണൂ. ആവശ്യമുള്ള മരുന്നുകളൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്തോളൂ. ഓൾ ദ ബെസ്റ്റ്. ആര്യ സുമേഷ്, ഡോക്ടർ എനിക്ക് 28 വയസ്സുണ്ട്. 6 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ല. ഹസ്ബൻഡ് നാട്ടിലില്ല. 3 മാസം കൂടുമ്പോൾ വരും. ചെക്കപ്പ് നടത്തിയപ്പോൾ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തായിരിക്കും കാരണം? ഇത് തന്നെ മോളെ, 3 മാസം കൂടുമ്പോൾ വരും. അതാ ഓവുലേഷൻ്റെ ടൈമിലാണോ വരുന്നത്? അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ബന്ധപ്പെടാൻ പറ്റാറുണ്ടോ? പിന്നെ ഈ ഗർഭധാരണത്തിന് ആവശ്യമുള്ള 7 ഘടകങ്ങൾ ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാത്തതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ആ വീഡിയോ ഒന്ന് കാണും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും. പിന്നെ നിങ്ങൾ ഈ ഒരുമിച്ച് ഇരിക്കുന്നത് തന്നെ ഈ ഓവുലേഷൻ സമയത്താണോ അതൊക്കെ ഒന്ന് അറിയാണ്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ആവശ്യമുള്ള ഡയറ്റ് ശ്രദ്ധിക്കുക, എക്സസൈസ്, യോഗ, മെഡിറ്റേഷൻ, സ്ട്രെസ്സ് കുറയ്ക്കുക, ഉറക്കം നന്നായിട്ട് വേണം. പകുതി രാത്രി വരെ ഈ വാട്സപ്പ് വെച്ച് നിൽക്കരുത്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നോക്കൂ. അപ്പോൾ ഇപ്പോഴത്തേക്ക് ഇത്ര മതി. എന്താ, എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് ദൈനംദിന വെല്ലുവിളികളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ ഒരിക്കലും പറ്റില്ല. തീർച്ചയായിട്ടും നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം വെല്ലുവിളികൾ നേരിടേണ്ടി തന്നെ വരും. അല്ലെങ്കിൽ നമ്മൾ വല്ല ഗുഹയിലോ പോയി സന്യസിക്കാനിരിക്കണം. അത് പറ്റില്ലല്ലോ അല്ലേ? ഈ വെല്ലുവിളികളെ എങ്ങനെയാണ് സന്തോഷത്തോടെയും ആ ഒരു ശക്തിയോടെ നേരിടുക എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ എന്ത് തന്നെ പ്രശ്നങ്ങളായിക്കോട്ടെ, നിങ്ങൾക്ക് കുട്ടികളില്ലാത്ത പ്രശ്നമോ, കല്യാണം കഴിയാത്ത പ്രശ്നമോ, ജോലി ശരിയാവാത്ത പ്രശ്നമോ, വീടില്ലാത്ത പ്രശ്നമോ, ഇല്ലെങ്കിൽ നമ്മൾക്ക് ബന്ധങ്ങളിൽ വിള്ളലുകളുള്ള പ്രശ്നമോ, എന്ത് തന്നെ ആയിക്കോട്ടെ, ആരോഗ്യ പ്രശ്നമോ, എന്ത് തന്നെ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയാലും അയ്യോ എന്ന് പറഞ്ഞിരുന്നാൽ നമ്മുടെ ഊർജ്ജമെല്ലാം അതിലേക്ക് മാത്രമേ, ആ പ്രശ്നത്തിലേക്ക് മാത്രമേ നമ്മുടെ ഊർജ്ജം ചെല്ലുകയുള്ളൂ. പ്രശ്ന പരിഹാരത്തിന് വേണ്ടി കൊടുക്കുവാൻ നമ്മുടെ കയ്യിൽ ഊർജ്ജം ഉണ്ടാവില്ല. അതിനാൽ തന്നെ ബി പോസിറ്റീവ് കേട്ടോ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും ആരോഗ്യവും സമാധാനവും എല്ലാം നേരുന്നു.